ആ കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അമ്മായി എത്തിയിട്ടുണ്ട്. ഏതമ്മായി എന്ന് കണ്ടോക്ക്. നമ്മളെ പാലക്കൽ അമ്മായി. ആ അതായത് കത്തിക്കേണ്ടി നിൽക്കല്ല, അതിൻ്റെ കൂടെ ഒന്ന് കത്തിച്ച് കുറച്ച് മീൻ പിടിക്കാന്ന് വിചാരിച്ചിട്ട്. അതായത് മറ്റേ ദീപക് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നവള്, മുല തട്ടി കൊന്നവളും ലൈക്കിന് വേണ്ടിയിട്ടാണ് വന്നത്. അതേപോലെ അമ്മായിയും ലൈക്കിന് വേണ്ടിയിട്ടാണ് വന്നത്. കാരണം ഒരു 2-3 ദിവസം മുമ്പ് അമ്മായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൂരികള്, സുഡാപ്പികള്, കമ്മികള്, കൊങ്ങികള് ഇവരെല്ലാവരും കൂടിയിട്ട് അമ്മായിൻ്റെ പേജ് റിപ്പോർട്ട് അടിക്കുകയാണ്. അതുകൊണ്ട് അമ്മായിൻ്റെ വീഡിയോസുകൾക്കോ അമ്മായിയുടെ പോസ്റ്റുകൾക്കോ റീച്ചില്ല. മനസ്സിലായ? അപ്പം ഈ ഒരു വിഷയം വർഗീയപരമായിട്ട് കൊണ്ടുവന്നിട്ട് അമ്മായിക്കൊരു റീച്ച് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അമ്മായി വന്ന് കലക്കി കുത്തി മീൻ പിടിക്കാൻ വരുന്നത്. അപ്പോൾ പാലക്കൽ അമ്മായിയോട് പറയാനുള്ളത്, അമ്മായി ഒരു കാര്യം ചെയ്തു. ഈ വിഷയങ്ങൾ ഞങ്ങൾ ജാതി നോക്കാതെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ പുന്നാരമോള അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനറിയാമെങ്കിൽ ഓളെ പൂട്ടിക്കാനും അറിയാം. ഓൾറെഡി DGPക്കും എന്താ പറയുക മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി പോയിട്ടുണ്ട്. ഓളെ അറസ്റ്റ് ചെയ്യും എന്തായാലും. ഓ കടപടലം പൂട്ടിക്കും നമ്മൾ. അമ്മായി ഒരു കാര്യം ചെയ്തു. ശാഖയിൽ പോയിട്ട് തക്കാളി ജ്യൂസും കുടിച്ച് 2 വളി തിരിഞ്ഞ് നിന്ന് വിട്ടിട്ട് ഉണ്ടാണ്ട് കിടന്നുറയ്ക്കും. അതാണ് ഈ വിഷയത്തിൽ അമ്മായിക്ക് നല്ലത്. എന്തിനാണ് അമ്മായി ഈ കുളം കലക്കി മീൻ പിടിക്കാൻ വരുന്നത്? ഇവിടെ ആരും അവളുടെ ജാതി നോക്കിയിട്ടൊന്നും അല്ല. എല്ലാവരും മനുഷ്യത്വം നോക്കിയിട്ടാണ് പ്രതികരിക്കുന്നത്. അമ്മായിക്ക് ഇന്നാണോ വാ തുറന്നത്? ഇവിടെ 3-4 ദിവസം കൊണ്ടിട്ട് വായിട്ടലക്കുകയാണ് ഓളെ പൂട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായ അമ്മായി? അമ്മായി അതിനിടയ്ക്ക് കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുന്നു. എന്താണ് പാലക്കൽ അമ്മായി? നന്നായിട്ട് ജീവിച്ചൂടെ? 2026 ഇനിയെങ്കിലും ആ മനസ്സിൻ്റെ ഉള്ളിലെ വർഗീയതയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഒരു പെണ്ണാണ്, നിങ്ങളൊരു പെണ്ണാണ്. ആ ഒരു പെണ്ണിനിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വർഗീയത പാടില്ല. മനസ്സിലായില്ലേ? ആണുങ്ങൾ ഓക്കെ പുറത്തിറക്കി നടക്കുന്നവരാണ് ഒരു വർഗീയത പറയും. നിങ്ങളൊരമ്മയാണ്, അമ്മ. മനസ്സിലായില്ലേ? ഒരു അമ്മയ്ക്ക് വേണ്ട ഒരു മര്യാദയുണ്ട്. എല്ലാവരെയും നല്ലതുപോലെ കാണും. നിങ്ങൾക്കറിയോ എൻ്റെ ഉമ്മ ഇന്നേ വരെ എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി നല്ലത് വരുത്തണേ പടച്ചറബ് എന്ന് പറയുന്നത്. ഈ ആലം ദുനിയാവിലുള്ള എല്ലാ അമ്മ പെറ്റ മക്കളും എന്നാണ് എൻ്റെ ഉമ്മ എപ്പോഴും ദുആ ചെയ്യുന്നത്. നിസ്കാരപ്പായിരുന്നിട്ട് ഞാൻ കേട്ടിട്ടുള്ള കുഞ്ഞുനാളിലെ എൻ്റെ ഉമ്മ ദുആ ചെയ്യുന്ന അങ്ങനെയാണ്. ഞാൻ കേട്ടിട്ടുള്ള അങ്ങനെയാണ്. എല്ലാ അമ്മ പെറ്റ മക്കൾക്കും നല്ലത് വരുത്തണേ പടച്ചോനെ എന്നാണ് എൻ്റെ ഉമ്മ ദുആ ചെയ്യുന്നത്. എന്താണ് അമ്മായി? നന്നായിക്കൂടെ അമ്മായി? ഓളെ നമ്മൾ പൂട്ടിക്കും. ദീപക് എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദരനാണ്. ഞങ്ങളുടെ സഹോദരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇനി ഞങ്ങളുടെ സഹോദരിമാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഞങ്ങൾ ജാതി മതം നോക്കാറില്ല. മനസ്സിലായ? ഞങ്ങൾ പ്രതികരിക്കും, അന്തസ്സോടെ നിന്ന് പ്രതികരിക്കും. ഈ വിഷയത്തിൽ ഒരിക്കലും ജാതി കലർത്തരുത് അമ്മായി. നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ്. മനസ്സിലായ? നന്നാവാൻ ശ്രമിക്കുക. 2026 നിങ്ങളൊരമ്മയാണ്, നിങ്ങൾക്കൊരു മക്കളുണ്ട്. വർഗീയത കൊണ്ടുവരല്ലേ. നമ്മൾ മനുഷ്യന്മാരല്ലേ? ഇന്ന് ജീവിച്ച് നാളെ മരിക്കുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസ്സിലൊന്ന് കയറി അവൻ്റെ ആവശ്യത്തിന് പോയതാണ്. ഒരു തേവിടിച്ച് മോള് അവളുടെ ശരീരം കൊണ്ട് അവൻ്റെ കയ്യിലിടിച്ചിട്ട് അവൾ വീഡിയോ വൈറലാവാൻ നോക്കി. ആ പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ അവന് താങ്ങാൻ കഴിയാത്തൊരു സങ്കടം വന്നു. ഇനി സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ഇത്. അതുകൊണ്ട് അമ്മായി മാറി ചിന്തിക്കാൻ തുടങ്ങുക, നന്നാവാൻ തുടങ്ങുക. എല്ലാവരോടും, അമ്മായിയോട് മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ വർഗീയത കൊണ്ട് നടക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ലവരാവാൻ ചിന്തിക്കുക. മനുഷ്യനായിട്ട് ജീവിക്കാൻ കുറച്ച് കാലമേ ഉള്ളൂ. മനുഷ്യനായിട്ട് ജീവിക്കുക. മതം പേറി നടന്നിട്ട് ഒരു കാര്യമില്ല. മതം നിങ്ങൾക്ക് തിന്നാനോ കുടിക്കാനോ ഇന്നേവരെ ഒന്നും തരില്ല. നിങ്ങൾ അധ്വാനിക്കാൻ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവൂ. മതം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മതത്തിൽ ജീവിക്കാനാണ്. അതെ, നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കാനാണ് എല്ലാ മതവും നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായ ബഹുമാനമുണ്ടെന്ന് പറഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ചിന്തിച്ച് പോകാൻ നോക്കാം അമ്മായി. എന്തിനാണ് അമ്മായി വർഗീയത കൊണ്ടുവരുന്നത് ഈ വിഷയത്തിലെങ്കിലും? കുറച്ച് റീച്ചാണ് വേണ്ടെങ്കിൽ ഇവിടെ കുറേ പെണ്ണുങ്ങൾ തുണിയുരിഞ്ഞിട്ട് ആടുന്നുണ്ട്. അതേപോലെയൊക്കെ കുറച്ച് എന്തെങ്കിലും കാണിക്കും, റീച്ച് കിട്ടും. ഇപ്പം ഇവള് കാണിച്ചാണ്ടില്ലേ റീച്ചിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കൊന്നത്, ഓളെ മുല കൊണ്ട് തട്ടിക്കൊടുത്തിട്ട് ഇല്ലേ? ഒന്നും പറയാനില്ല അമ്മായി. നന്നാവാൻ ശ്രമിക്കുക. കാലഘട്ടം മാറി വരികയാണ്. നന്നായി നന്നായി നന്നായി.